ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തതായിട്ടൊരു കിടിലൻ മിമിക്രി പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് നമ്മുടെ കോഴിക്കോട് നടത്തിയ ഓഡിഷൻ എന്നാണ്. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാകാരന്റെ നാട് പത്തനംതിട്ടയിലാണ്. അപ്പൊ അവിടുന്ന് നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ട്രാവൽ ചെയ്ത് കോഴിക്കോട് വരെ വന്ന് സെലക്ഷൻ വാങ്ങി ഇതാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പോവാണ്. അപ്പൊ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം ഹരി അരൂർ. നമസ്കാരം ഹരി ചേട്ടാ, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അപ്പൊ മിമിക്രിയാണ് ഐറ്റം അല്ലേ? മിമിക്രിയാണ്, ശബ്ദാനുകരണമാണ്. ഓക്കെ ഓക്കെ. അപ്പം ഹരിചേട്ടൻ കംപ്ലീറ്റ്ലി ആർട്ടിസ്റ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു എക്സ് ഗൾഫാണ്. ഇപ്പൊ ഞാൻ ഷെയർ മാർക്കറ്റ് പ്രൊഫഷനാക്കി എടുത്തു അതിന്റെ കൂടെ മിമിക്രി ഒക്കെ ഇങ്ങനെ പോകുന്നല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഐറ്റത്തിലേക്ക് കടന്നാലോ? ഞാൻ കുറച്ച് സിനിമാ താരങ്ങളും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും അടങ്ങുന്നവരുടെ സൗണ്ട് ലൈവായിട്ട് ചെയ്യാണ്. നമുക്ക് ആദ്യമായിട്ട് ഇപ്പോൾ പുതിയ പ്രതീക്ഷകളോടെ പുതിയ സർക്കാർ രൂപീകരിച്ച് അതിന്റെ ക്യാപ്റ്റൻ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സാറിന്റെ ശബ്ദം ഒന്ന് സ്വീകരിക്കാനൊന്ന് ശ്രമിക്കാം. വി ഡി സതീശൻ സാർ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ എന്തും മറുപടി പറയണം, എപ്പോ പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾ 12 ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ മൗനി ഭാവയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് ചോദിച്ചത്? ഞാൻ രാവിലെ എഴുന്നേറ്റ് നടക്കാനിറങ്ങുമ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ കേരള ഹൗസിലേക്ക് പോകാൻ കാറിൽ കയറുമ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെയാണോ വേണ്ടത്? ഞാൻ എന്തെങ്കിലും നിങ്ങളിത് മറച്ചു വെക്കുമോ? നിങ്ങളെ കാര്യം മറന്നിട്ടില്ല. നമ്മളെല്ലാവരുടെയും കാര്യം പരിഗണിക്കും. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിന്റെ സൗണ്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ആരും അനുകരിച്ച് ഞാൻ കേട്ടില്ല ചേട്ടാ. സൂപ്പർ. അതല്ല, ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. എനിക്ക് നേരിട്ട് ടി വിയിൽ അല്ലാതെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കറിയാം. പറവൂരുള്ള എല്ലാവർക്കും ഓൺ വോയിസ് എപ്പോഴും കേട്ടോണ്ടിരിക്കണം നമ്മള്. ഇത് പെർഫെക്റ്റ് ആണ്. അയ്യോ അടിപൊളി. അടുത്തായിട്ട് നമുക്ക് ദൃശ്യം എന്ന മൂവിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് മുരളി ഗോപിച്ചേട്ടൻ ചെയ്ത കഥാപാത്രത്തിന്റെ വോയിസ് ഒന്ന് അവനീകരിക്കാം. നിങ്ങളെപ്പോലെ എല്ലാവരും ചിന്തിക്കുമായിരുന്നെങ്കിൽ ഈ ലോകം അത്ര നന്നായി പോലെ മിസ്റ്റർ പ്രഭാകർ. എനിക്കിതൊരു വില്ലൻ കേസല്ല. എന്റെ സുഹൃത്തായ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ദിസ് ഈസ് എ വാർ. അയാൾ തുടങ്ങി വെച്ച യുദ്ധം. മൈൻഡ് ഇറ്റ്, ദിസ് ഈസ് നോട്ട് ഇൻവെസ്റ്റിഗേഷൻ, ദിസ് ഈസ് എ റീ ഇൻവെസ്റ്റിഗേഷൻ. യാതൊരു സിസ്റ്റമാറ്റിക് സപ്പോർട്ടും ഈ കേസിൽ ഞാൻ കേട്ടിട്ടില്ല. 80% ഓഫ് ദ കേസ് ഇൻ ദിസ് കൺട്രി ഈ സിസ്റ്റമാറ്റിക് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഫെയിൽ ചെയ്യുന്നത്. ബട്ട് that man is a classic criminal. He got free now. അടിപൊളി. രണ്ടായിട്ട് നമ്മളെ അടുത്തായിട്ട് ഒരു പഴയകാല നടൻ ജഗന്നാഥ വർമ്മ. ഒരു വശത്ത് ഈപ്പച്ചൻ തനിച്ച്, മറുവശത്ത് കുന്നേലവകുട്ടിയും കടയാളികളും. വർഷം 10-15 ആയില്ലേ ഈപ്പച്ചൻ? നിങ്ങൾ ഇരുകൂട്ടും കൂടി ഈ മധ്യമേഖലയിൽ നിങ്ങൾ കടപിടി കൂട്ടുന്നു. ഇക്കണ്ട കാലമത്രയും ജയിച്ചത് മുഴുവൻ ഈപ്പച്ചൻ. ഇവരും കടയാളികളുമൊക്കെ എന്നും തോറ്റുവന്നിട്ടല്ലേ ഉള്ളൂ. 40-45 വട്ടക്കാലം മധ്യ തിരുവിതാംകൂറിലെ ഇക്കണ്ട റേഞ്ചുകളെല്ലാം അടക്കി പിടിച്ചിട്ടും കൊതി തീർന്നില്ല ഈപ്പച്ചൻ. ഇനി അതങ്ങ് മതിയാക്കണം. എടോ, ഈ കുപ്പായത്തിന്റെ മഹിമ മനസ്സിലാക്കണമെങ്കിൽ കള്ളും കള്ളച്ചാരായും വിറ്റുകിട്ടുന്ന കാശ് കൊണ്ട് പിച്ചക്കാർക്ക് വെച്ചു വിളമ്പി നാട്ടുകാർക്ക് മുമ്പിൽ ഞെളിഞ്ഞാ പോരാ. ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം, ജനുസ് വേണം, കുടുംബ മഹത്വം വേണം, കുറഞ്ഞപക്ഷം കുറച്ചക്ഷരാഭ്യാസമെങ്കിലും വേണം. യു ആർ ടു ഇറവറൻസ് ആൻഡ് ഔട്ട് സ്പോക്കൺ. അടുത്തതായിട്ട് അതേപോലെ തന്നെ മറ്റൊരു പഴയകാല നടൻ തന്നെയാണ് KPSC അസീസ്. അസീസിക്കയുടെ പേരാണ് KPSC അസീസ്. എന്നാലും എൻ്റെ സാറേ, ഇങ്ങനൊരു തൊട്ടാവാടി ആയാലോ? എനിക്ക് IPS ഇല്ല, പറഞ്ഞു വരുമ്പോൾ സാറിൻ്റെ അത്രയും നക്ഷത്രവുമില്ല. 15 വർഷത്തെ സർവീസ് കൂടുതലുണ്ട്. ആ ഒരു കൺസിഡറേഷൻ ഇന്നലെ സാർ എനിക്ക് തന്നില്ല. സാറ് മിനിസ്റ്ററുടെ തെറിയും കേട്ട് പത്രത്തിൽ പടവും വന്ന്
നാറി വെളുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്നതാന്ന് വെച്ചാൽ, നമുക്ക് ഈ കാക്കയും തൊപ്പിയും വെച്ച് നല്ല കാലത്തോളം കഴിയണേൽ താഹറയും പിണക്കാനൊക്കുകയല്ല, ഷെട്ടിയെയും പിണക്കാനൊക്കുകയല്ല. ചീരിയെയും പാമ്പിനെയും കൂടെ ഒന്നിച്ചൊരു കൂട്ടിലിട്ട് വളർത്തുന്ന പോലൊരു ടെക്നിക്കാതെ വലിയ പാടൊന്നുമില്ലെന്നേ. നമ്മൾ വെറുതെ വഴാതങ്ങ് നിന്നാ മതി, പിന്നല്ലാതെ. ആരാണ് ചേട്ടാ അടുത്തതായിട്ട് ജനാർദ്ദനൻ ചേട്ടൻ്റെ പഴയ കാലത്ത് ഒരു 80-85 കാലഘട്ടത്തിലുള്ള പഴയ വോയിസ്. എടാ, എനിക്കൊരു ബോട്ടിൽ മദ്യം വേണം. നിന്നെ ഞാനൊരു വേലക്കാരനായി കണ്ടിട്ടല്ല. തിരക്കെന്റെ ശ്രീദേവിയെ അറിയുമോ? ഞാൻ അവളെ അറിയാൻ ശ്രമിച്ചു. അതാ എനിക്ക് പറ്റിയ തെറ്റ്. അവൾ എൻ്റെ എല്ലാമാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഒടുവിൽ അവൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ഒടുവിൽ ഞാൻ അവൾക്ക് ആരുമല്ലാതായി. നഷ്ടപ്പെടലിൻ്റെ വേദന എന്തെന്ന് നിനക്കറിയുമോ? എവിടെ അറിയാൻ? വെളിച്ചം ദുഃഖമാണുണ്ട്, തപസ്സല്ലോ സുഖപ്രദം. കോമഡി വോയിസ് പറയോ? പുതിയ വോയിസ് അല്ലേ? പുതിയ വോയിസ് ചെയ്യാൻ പറ്റുമോ? ഇവനാള് കൊള്ളാം. ഇപ്പോഴത്തെ ആട്ട് എന്താ പേര്? നീ പൊള്ളപ്പനല്ലടാ, തനി തങ്കമല്ലേ തങ്കം. രണ്ട് ഗംഭീരം. അടുത്തതായിട്ട് തുടരും മൂവിയിലെ ജോർജ് സാർ എന്ന കഥാപാത്രത്തെ മറ്റ് 2 പേരൊന്ന് അവതരിപ്പിച്ചാൽ, പഴയ കാലത്തെ ഒരു വില്ലൻ താരമായ TG രവിച്ചേട്ടൻ പറഞ്ഞാൽ ജോർജ് സാറിൻ്റെ ക്യാരക്ടർ എങ്ങനെ ആവും? 36 വർഷമായടാ ബെൻസേ ഞാനീ പോലീസിലെ. ഇതിനിടയിൽ പുറത്തറിഞ്ഞതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡൽ വായിച്ചിറങ്ങുമ്പോൾ ഈ ജോസാറ് പഴയ ജോസാർ തന്നെയാടാ. ഷബിയെ അടുത്തായിട്ട് ജോർജ് സാറായിട്ട് നമ്മുടെ മറ്റൊരു ജോർജ് സാറ്, PC ജോർജ് സാറ്. 36 വർഷമാണ് ബെൻസേ ഞാൻ ഈ പോലീസിൽ. ഇതിനിടയിലേ പല തെമാർത്തരങ്ങളെ ഞാൻ കാണും. എന്നോടൊന്നും ചോദിക്കാൻ വന്നിട്ടില്ല. എടാ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയറായി DYSP മെഡൽ വായിച്ച് ഇറങ്ങുമ്പോ ഈ ജോർസാറ് പഴയ ജോർസാറാ വന്നേക്കുന്നു കഥ പറയാൻ. അടിപൊളി. ഹരിച്ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനമ്മ, ഭാര്യ, 2 കുട്ടികൾ. അച്ഛന്റെ പേരെന്താണ്? ചന്ദ്രൻ എന്നാണ്. അച്ഛന് ജോലി എന്താണ്? അച്ഛന് ജോലി ഒരു കടയായിരുന്നു, ഇപ്പം പ്രായമായപ്പോ കട നിർത്തി. അമ്മ ഹൗസ് വൈഫ്. നമ്മുടെ പേര് ഓമന. വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് ശ്രീകല. ആള് സൗദിയിലാണ്. ജോലി ഉണ്ടല്ലേ? മക്കള് കൂടെ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഗൾഫിലെ പരിപാടികളെല്ലാം തീർന്ന് നമുക്ക് ഇവിടുത്തെ പ്രോഗ്രാം ഇപ്പൊ നാട്ടിലാണ്. എന്തായാലും അല്ല, ഇനി ഗൾഫിൽ പരിപാടിക്ക് പോകേണ്ടി വരും. അതെ കറക്റ്റ്. അപ്പൊ ഗോഡ് ബ്ലെസ് യു ചേട്ടാ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.